Prayer ആരാണ്? Hold my hand, Lord, show me the way, help me grateful every day, give me direction on what to do, lead the way, Lord, I trust in you. Thought of the day. Thought of the day. ആരാണ്? പ്രിപ്പയർഡ് ആയിട്ടില്ല. Okay. The only way to do great work is to love what you do. Hard work in silence. Let success make the noise. Thank you. Okay. Yes. നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ലാസ്റ്റ് എടുത്ത് പഠിക്കുന്നത്? പറയാമോ? Cognitive development. Cognitive development കംപ്ലീറ്റ് ചെയ്തോ? Role of parents and teachers and medical. Okay. ഇത് പറഞ്ഞില്ലേ, പ്രൊവൈഡിംഗ് നർച്ചറിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. ഇത് കംപ്ലീറ്റ് ചെയ്തോ? കാരണം Yes, miss. yes. Okay. Next നോക്കാം, റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് നർച്ചറിംഗ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ടീച്ചേഴ്സിനും എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, എന്തൊക്കെ റോൾസ് ടീച്ചർമാർ കൈകാര്യം ചെയ്യേണ്ടി വരും, പാരന്റ്സ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഓക്കെ. പ്രൊവൈഡ് ആൻഡ് വാം ആൻഡ് നർച്ചറിംഗ് എൻവയോൺമെന്റ്. അതെങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയാണ് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്? To provide a warm and nurturing environment. എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്? ഊഷ്മളമായ അല്ലെ? Provide warm and nurturing എന്ന് പറയുമ്പോൾ എന്താണ്? വളരെയധികം ഊർജ്ജസ്വലം അല്ലെങ്കിൽ ഊഷ്മളമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പരിസ്ഥിതി ആയിരിക്കണം അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അല്ലെ? ഓക്കെ. അത് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ. നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ മാത്രമായിരിക്കും അവർക്ക് നല്ല രീതിയിൽ ഇടപെടാനും അവർക്ക് പ്രവർത്തിക്കാനൊക്കെ സാധിക്കുന്നത്. അതിനുള്ളൊരു അവസരം പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സുമാണ്, മാതാപിതാക്കളുമാണ്. സെക്കൻഡ് എന്താണ്? To listen to them and have a dialogue instead of instructing those and do nots. To listen to them and have a dialogue instead of instructing those and do nots. എന്താ പറയുന്നത്? അവരോട് ശരിയും തെറ്റും പറഞ്ഞു അവരോടൊരു സംഭാഷണത്തിൽ ഏർപ്പെടും. എന്താണ്? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് അങ്ങനെ പറയാതെ അവരോട് സംഭാഷണത്തിൽ ചെറിയ വിഷയങ്ങളിൽ ഏർപ്പെട്ട് സംസാരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. യെസ്, വെരി ഗുഡ് അല്ലെ? എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കാതെ അവരെ ലിസൺ ചെയ്യാം അല്ലെ? ഓക്കെ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നല്ല, അവരെ ഒന്ന് ലിസൺ ചെയ്യാം. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ ഒരേപോലെ തന്നെ പാരന്റ്സ് ടീച്ചേഴ്സ് ഒരേപോലെ തന്നെ കാണിക്കേണ്ടതാണ്. ഓക്കെ. യെസ്.
To be sensitive to their feelings. എന്താണ്? To be sensitive to their feelings. അവരുടെ വികാരങ്ങൾ നിസ്സാരവൽക്കരിക്കാതെ അത് ആ രീതിയിൽ തന്നെ കണക്കാക്കും. എന്താണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ചെറിയ കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര സന്തോഷം വരും, അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ സങ്കടം വരും. അതെ അല്ലെ, നമുക്ക് പെട്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യും. എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് ശബ്ദം നിർത്തി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയുന്ന സമയത്ത് ചില കുട്ടികൾ നന്നായിട്ട് കരയും അല്ലെ. ചില കുട്ടികളൊക്കെ തന്നെ എന്താണ് പിന്നെ മിണ്ടാതെ ആകും. പെട്ടെന്ന് ഒരു വിഷമം വരുന്ന ഫീലിംഗ് അല്ലെങ്കിൽ എന്താണ് ചില ഹാപ്പിയസ്റ്റ് മൊമെന്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് പെരുമാറും. അപ്പൊ അവർ വളരെ സെൻസിറ്റീവ് ആണ് അല്ലെ, മൃദുലമായിട്ടൊരു സ്വഭാവമുള്ളവരാണ്, സ്വീറ്റ് ആണ് കുട്ടികൾ അല്ലെ. ഓക്കെ, അപ്പൊ അവരുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അവരോട് ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, then to set expectation according to age and individual ability. To set expectation according to age and individual ability എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കുട്ടികളുടെയും കഴിവിനും ഇതിനനുസരിച്ച് പ്രായത്തിനും അനുസരിച്ച് അവരെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് വെക്കുക. എല്ലാ ഇൻഡിവിജ്വൽസും എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എല്ലാ കുട്ടികളും ഇൻഡിവിജ്വൽ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവരുടെ പ്രായത്തിനനുസരിച്ച് മാത്രം നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. ഒരു 5 വയസ്സ് കുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ഏജിൽ മാത്രമായിരിക്കണം നമ്മൾ ആ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലെ. 5 വയസ്സുള്ള കുട്ടിക്ക് 10 വയസ്സുള്ള കുട്ടിയുടെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം കുട്ടികൾ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട്, പ്രതീക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ അബിലിറ്റി അനുസരിച്ച് മാത്രമായിരിക്കും കുട്ടികൾ അവരുടെ ഏജ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ വ്യക്തി വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കുള്ളൂ കുട്ടികൾ കാഴ്ചവെക്കുന്നത്. ഓക്കെ, then to avoid showing favoritism amongst them. Avoid showing favoritism amongst them. എന്താണ് എന്താ ചെയ്യാനെന്ന് പറയുന്നത്? കുട്ടികളുടെ ഇടയിലുള്ള അവരെ ഫേവറിറ്റിസം തരംതിരിച്ച് വ്യത്യാസം കാണിക്കരുത്. എല്ലാവരെയും ഒന്നുപോലെ കാണാൻ അറിയണം. ചില ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, ഒരു കുട്ടീനായിരിക്കും ഫേവർ ആയിട്ട് കാണുന്നത് അല്ലെ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയോടായിരിക്കും സംസാരിക്കുന്നത്, അവരോടാണ് എല്ലാം പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിലും സെയിം സിറ്റുവേഷൻ വീട്ടിലുണ്ട് അല്ലെ. ഇപ്പൊ മൂത്ത കുട്ടികളോട് അല്ലെങ്കിൽ ഇളയ കുട്ടീനോടായിരിക്കും എന്താ കുറച്ച് ഒരു സ്നേഹം കൂടുതൽ, ചിലപ്പോൾ കുഞ്ഞായതുകൊണ്ടായിരിക്കാം. പക്ഷെ അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ കുട്ടികളിൽ അത് എന്താണ്, ചില പാരന്റ്സ് അങ്ങനെ കാണിക്കാറുണ്ട്. ഉള്ളിൽ ഇഷ്ടമല്ലായതൊന്നല്ല എങ്കിലും അങ്ങനെ കാണിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് തോന്നും അവനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു തോന്നരുത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. അതാണ് അവോയ്ഡ് ഷോയിങ് ഫേവറിറ്റിസം amongst them. കുട്ടികളുടെ ഇടയിൽ ഇപ്പൊ ക്ലാസ് റൂമിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ഉണ്ടാവായിരിക്കും. ഇപ്പൊ ടീച്ചറിന് ഏറ്റവും കൂടുതൽ അവനെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്ക് അത് എന്താണ്, ബാഡ് ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് അല്ലെ. അവർക്കൊരു നെഗറ്റീവ് ഇമോഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഫേവറിറ്റിസം ഒരു കുട്ടികളോട് പ്രത്യേകിച്ച് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ അതേ റിലേറ്റഡ് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, എന്താണ് അവോയ്ഡ് കമ്പാരിസൺ വിത്ത് അതർ ചിൽഡ്രൻ. അവോയ്ഡ് കമ്പാരിസൺ താരതമ്യം ചെയ്യാതിരിക്കുക. മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യരുത്. പാരന്റ്സോ അല്ലെങ്കിൽ പാരന്റ്സ് ഇപ്പൊ എന്താ പറയാ, ടീച്ചേഴ്സ് പറയും വിഷ്ണുവിനെ കണ്ട് പഠിക്കും, വിഷ്ണു ചെയ്യുന്നത് പോലെ തന്നെ പഠിക്കും, വിഷ്ണു നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ അതുപോലെ ചെയ്താല്, ഞാൻ ആ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. അവൻ പഠിക്കുന്ന പോലെ നിങ്ങൾക്ക് പഠിച്ചുകൂടെ, അവൻ ചെയ്ത ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ടീച്ചർ കമ്പാരിസൺ ആണ് അവിടെ. അതേപോലെ സെയിം സിറ്റുവേഷൻ എവിടെയാണ് വീട്ടിലുണ്ടാവാറുണ്ട്. ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത് കണ്ട് നിനക്ക് ചെയ്തുകൂടെ, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ, അങ്ങനെയായിരിക്കും പറയുന്നത്. പക്ഷെ ആ കുട്ടി ആ ഇൻഡിവിജ്വലിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആരും പല സമയത്തും ശ്രമിക്കാറില്ല. അവിടെ അങ്ങനെ കമ്പാരിസൺ ചെയ്യപ്പെടുന്നു. ഉള്ളുള്ളത് നമ്മുടെ ഹോം സിറ്റുവേഷനിൽ ഈ രണ്ട് സിറ്റുവേഷൻസ് കടന്നു പോകുന്നുണ്ട്. ഫേവറേറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്, കമ്പാരിസണും ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക. Then to avoid comparison with other children, to help
അത് പറഞ്ഞു അല്ലെ. ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അടുത്ത പോയിന്റ് എന്താണ്? ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. എന്താ പറയുന്നത്? സാമൂഹികവും വികാരപരവുമായ പക്വതയെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. യെസ്. അതായത് സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനല്ല, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കുട്ടികളെ നമ്മള് എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം അല്ലെ. അതായത് ഇപ്പൊ സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ ഇടപഴകണം, അല്ലെങ്കിൽ പ്രോബ്ലം വന്നത് എങ്ങനെ സോൾവ് ചെയ്യണം, അതിനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, ഒരു വൈകാരികമായിട്ടൊരു പക്വത കുട്ടികൾ കൈവരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? അധ്യാപകർക്കും അതേപോലെ തന്നെ ആർക്കാണ്? പാരന്റ്സിനുമാണ് അല്ലെ. അപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിയിലേക്ക് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഒന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്യാപകരായാലും കൂടി പാരന്റ്സ് ആയാലും കൂടി എന്താണ് ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനത് മറികടക്കാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിന് എങ്ങനെ നമ്മൾ നീങ്ങി നിൽക്കാം എന്നുള്ളത് കുട്ടികളെ അവർ ഇപ്പൊ ചിലപ്പോൾ വലിയൊരു സംഭവമൊക്കെ കണ്ടുമെങ്കിൽ കണ്ട ചില കുട്ടികൾ പകച്ചു പോകും. അത്തരം സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ ഇമോഷൻ കപ്പാസിറ്റി കൊണ്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അധ്യാപകരും പാരന്റ്സിന്റെയും ചുമതലയാണ്. ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഒരു സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റി മിക്ക കുട്ടികളിലും ഉണ്ട് അല്ലെ. മിക്ക കുട്ടികളും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ മൊബൈൽ ഫോണിന്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുട്ടികള് വീഡിയോസ് വഴി, റീൽസ് വഴി, യൂട്യൂബ്സ് വഴിയൊക്കെ കൃത്യമായ സോഷ്യൽ മീഡിയയിലൂടെ കാണും. ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ് എല്ലാ കുട്ടികളും മിക്കവാറും എന്താണ് ഇമോഷണലി കാപ്പബിൾ ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. ഒരുപാട് വീക്ക് ആയിട്ടുള്ള നമ്മളെക്കാളും എന്താണ് ഭയങ്കരമായിട്ട് അറ്റൻഷനുള്ള കുട്ടികൾ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ. യെസ്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ടു ഹെൽപ്പ് ദം ഇൻ അറ്റൈനിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റിക്ക് അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക. യെസ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടു ബി ഡെലിക്കേറ്റ് ഇൻ ബിഹേവിയർ towards them. To be delicate in behavior towards them. കുട്ടികളോട് നമ്മൾ എങ്ങനെയുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? സൗമ്യതയായിട്ട്. ഡെലിക്കേറ്റ് എന്ന് വെച്ചാൽ എന്താ പറയാ, മൃദുലമായ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സൗമ്യമായിട്ട് പുലർത്തുക, സൗമ്യമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ കുട്ടികൾ എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് നല്ല ബിഹേവിയർ കാണിച്ചാൽ വളരെ തിരിച്ച് അതേപോലെ തന്നെ കുട്ടികളും കാണിക്കും. അല്ലാതെ കുഞ്ഞുങ്ങളെ ക്ലാസ്സിൽ കയറി ചെന്ന് എന്താടാ അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഇരിക്കുക, നിങ്ങൾക്ക് ശരിയാക്കി തരാടാന്നൊക്കെ പറഞ്ഞാണ് ക്ലാസ്സിൽ കയറുന്നെങ്കിൽ കുട്ടികൾ അതൊന്നും നോക്കില്ല അല്ലെ. ചില കുട്ടികളൊന്നും പേടിച്ചങ്ങ് ഇരുന്നു. ചില കുട്ടികൾ പിന്നെ നമ്മളൊക്കെ മൈൻഡ് പോലും ചെയ്യില്ല. ടീച്ചർ ഭയങ്കര ഒരു സാധനമാണെന്ന് അപ്പോഴേ അങ്ങ് വിചാരിച്ചു. സെയിം സിറ്റുവേഷൻ വീട്ടിലുണ്ട്. വീട്ടിൽ ചില പാരന്റ്സിന് ചിലപ്പോ അമ്മമാര് ചില സാഹചര്യങ്ങളിൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. ചില സമയത്ത് അച്ഛന്മാര് സൈലന്റ് ആയിരിക്കും. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഭയങ്കര ഒച്ചയെടുക്കും അല്ലെ. അപ്പൊ പറയും എന്താണ് ദേഷ്യം കയറി കഴിഞ്ഞാൽ പല രീതിയിൽ എന്നോട് പറയും, പല ഭാഷകൾ വരും, പല വാക്കുകൾ വരും. ഓക്കെ. അപ്പൊ കുട്ടിയിൽ അത് ഇമോഷണൽ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സമീപനം ഉണ്ടാവാതെ നമ്മൾ മാക്സിമം നമുക്കല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളുടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾക്കാണ് സാധിക്കും. അപ്പൊ നമ്മളൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബിഹേവിയറിലൂടെ നല്ലൊരു മൃദു സമീപനത്തിലൂടെ കുട്ടികളെ സമീപിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ബിഹേവിയർ ആണ് കുട്ടികളൊക്കെ കാണിക്കുന്നെങ്കിൽ എന്താണ് കൂടുതൽ അത് എൻകറേജ്മെന്റ് ആയിരിക്കും, കൂടുതൽ സപ്പോർട്ടാണ്, നമ്മളിൽ നിന്നൊരു സ്നേഹമുണ്ടെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അല്ലാത്ത പക്ഷം അത് ഒരു റൂഡ് ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കുട്ടികളോട് കാണിക്കുന്നതെങ്കിൽ എന്താണ് തിരിച്ചും അവിടെ സ്നേഹത്തിന്റെ ഒരു കണ്ടന്റ് പോലും അവിടെ ഉണ്ടാവില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടെ മൃദുവായിട്ടുള്ള സമീപനത്തിലൂടെ ആയിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. ഇതാണ് റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓരോ പോയിന്റ്സ് ഒന്ന് ഓരോരുത്തരായിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ഒരാൾ പറഞ്ഞേ. സമീറ. ഫാത്തിമ. Yes, Miss.
സമീറ പറയൂ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയൂ. To provide a warm and nurturing environment. അവർക്ക് ഊഷ്മളമായ എൻവയോൺമെന്റ് എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ അവര് നല്ല സ്വഭാവത്തിൽ വളരും. അതായത് അവർക്ക് എന്താണ് നർച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ഊഷ്മളമായ ഒരു പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യൽ, അവരുടെ അടുത്തുള്ള വികസിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് എല്ലാ തരത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? അടുത്ത ആള് പറയൂ. സെക്കൻഡ് പോയിന്റ്. ഫാത്തിമ. To listen to them and have a dialogue instead of instructing do's and don'ts. അവരോട് ഇന്നത് ചെയ്യുക ഇന്നത് ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം അവരുടെ അടുത്തൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവരെ കൂടുതൽ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. Okay. Yes. Then third point. കല്യാണി. കല്യാണി കേൾക്കുന്നുണ്ടോ? റഫീന, സിയാദ്. റഫീന. To be sensitive to their feelings. കുട്ടികൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതാണ്. അവരുടെ അടുക്കല് നല്ല സൗമ്യമായിട്ട് ഇടപെടണം. അവരുടെ ഫീലിങ്സ് എങ്ങനെയുള്ളതാണ്? സെൻസിറ്റീവ് ആയതുകൊണ്ട്. Okay. Then fourth point. Ayanamol. To set expectations according to age and individual ability. ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ എബിലിറ്റിയും ഏജും കരുതി അല്ല ഏജും ഇൻഡിവിജ്വൽ എബിലിറ്റിയും കണ്ടുകൊണ്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യുക. അതായത് അവർക്ക് പറ്റില്ലാത്ത കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കാതെ അവർക്ക് അവരുടെ എബിലിറ്റിയും അവരുടെ ഏജും, അതായത് നമ്മൾ വലിയൊരാളുടെ കഴിവ് കാണില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്, അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. Okay. Yes. Then that's the point. Astana. To avoid showing favoritism കാണിക്കുക. ബ്രേക്ക് ആയി പോകുന്നുണ്ട് ശബ്ദം. To avoid showing favoritism. ബ്രേക്ക് ആയി പോകുന്നു, പറയണ്ട കേട്ടോ. കേൾക്കാൻ പറ്റുന്നു. രാധിക അനീഷ്. രാധിക. യെസ് മിസ്. അതന്നെയാണോ ആ പോയിന്റ് അല്ലേ? ആ പോയിന്റ് തന്നെ. To avoid showing favorism among them. ഫേവറിസം ഷോ അവോയ്ഡ് ചെയ്യുക. ഷോ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ആരോടും പ്രത്യേകമായ ഒരു താല്പര്യം കാണിക്കാനായിട്ട് നമ്മൾ പാടുന്നതല്ല. Next point, Reena Sandeep. To avoid comparison with other children. ഒരിക്കലും കുട്ടികൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അവരിത് ചെയ്തു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടികളായാലും സ്റ്റുഡൻസ് ആയാലും ആരായാലും. Okay. Yes. Then next point, Sabi Shamir. Okay, Reena തന്നെ പറയൂ. സെക്കൻഡ് പോയിന്റ് ഒന്നും കൂടി പറയൂ. Help them. ഏത് പോയിന്റ്? ഈ പോയിന്റ് കമ്പാരിസൺ കഴിഞ്ഞിട്ടുള്ള പോയിന്റ്. To help them in attaining social and emotional maturity.
സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും ഒരു മെച്യൂരിറ്റി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ഐ മീൻ ഒരു സോഷ്യൽ എൻവയറമെന്റിലും അവരുടെ ഇമോഷണൽ ഇത് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ഈക്വലി responsible ആണ്, and we have to help them. Okay. Then last point. Deepa Devadas. Deepa. Sha. Yes. To be delicate in behavior towards them. അവരോടുള്ള പെരുമാറ്റത്തിൽ നല്ല മൃദുലത്വം വേണം. സൗമ്യമായിട്ട് അവരായിട്ട് പേടിപ്പിക്കാതെ. പിള്ളേർ പേടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. അവരുടെ ബിഹേവിയറിൽ എപ്പോഴും അവരെ മൃദുലമായിട്ട് ഇടപെടണം. Yes. Very good. Then, okay, അപ്പോൾ ഇത് clear ആണോ? Role of parents and teachers. എല്ലാ പോയിന്റ്സും clear ആണോ? Yes, miss. Yes, ma'am. Next വരുന്നത് milestone of development and stimulating the child. Milestones of development and stimulating the child. എന്താണ് milestone എന്ന് പറയുന്നത്? നാഴികക്കല്ല്. ഒരു കുട്ടിയുടെ നാഴികക്കല്ലുകളാണ്. അതായത് അവന്റെ ലൈഫ് പാറ്റേൺസ്, അവന്റെ ഓരോ ഏജ് മുതൽ ജനനം മുതൽ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടം, ആ ഒരു പാറ്റേൺസ് എങ്ങനെയാണ്, ഓരോ ഏജിലും കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരുന്നത്. അപ്പോ എന്ത് കാര്യം ചെയ്താൽ അതെല്ലാം അവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ തന്നെയാണ് അല്ലെ? ഇപ്പൊ കുഞ്ഞ് ആദ്യമായി നടക്കുന്നത്, ആദ്യമായി സംസാരിക്കുന്നത്, എന്ത് കാര്യമായിക്കോട്ടെ അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ മൈൽ സ്റ്റോൺസ് തന്നെയാണ് അല്ലെ? ആദ്യത്തെ ചുവടുവെപ്പുകൾ വരെ എന്താണ് അവരുടെ മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. Then all children follow the same series and pattern, but rate of development may be different. എന്താ പറയുന്നത്? All children follow the same series and pattern, but rate of development may be different. എല്ലാ കുട്ടികളും എന്താണ് സെയിം സീരീസ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ? എല്ലാവരിലും എങ്ങനെയാണ് വികാസങ്ങൾ നടക്കുന്നത്? ഒരേപോലെ തന്നെയാണ് അല്ലെ? ഒരേ പാറ്റേൺസ് ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലൈഫ് പാറ്റേൺ. നമ്മള് ഇന്ന ടൈമില് കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, നടക്കുന്നു, നിൽക്കുന്നു, എന്താണ് വൊക്കാബുലറീസ് പഠിക്കുന്നു, അതൊക്കെ നമ്മുടെ ഒരു സീരീസ് ആണ് അല്ലെ? നമ്മൾ ഈ ഒരു ഏജിൽ ഇന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുള്ളത് എന്താണ്? അതൊരു പാറ്റേൺ ആണ്. പക്ഷെ ഈ പാറ്റേണിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് മേഖലയിൽ ഓരോരുത്തരും എല്ലാവരും പാറ്റേൺ ഒരുപോലെ ആണെങ്കിൽ എന്താണ് നമ്മളുടെ വികസനം സംഭവിക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടാണ്. ഓരോ വ്യക്തിയിലും ഓരോ കുട്ടിയിലും എന്താണ് പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. പാറ്റേൺ സീരീസ് ഒക്കെ സെയിം ആണ് അല്ലെ? പക്ഷെ വികസനം സംഭവിക്കുമ്പോൾ എന്താണ് വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡിവിജ്വലി ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്, വികസനം നടക്കുന്നത് വ്യത്യസ്തമായ രീതികളിലാണ് ഓരോ ഇൻഡിവിജ്വൽസ്. ഓക്കെ. അപ്പൊ ഒരു വയസ്സിൽ ഞാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല ഞാൻ ചെയ്തത്. അപ്പൊ നമ്മളിൽ എന്താണ് പാറ്റേൺ ഒരേപോലെ പോകുന്നു അല്ലെ? ലൈഫ് പാറ്റേൺ ഒരേപോലെയാണ് പോകുന്നതെങ്കിലും നമ്മളുടെ ഡെവലപ്മെന്റ്സിൽ വ്യത്യാസം. ഓക്കെ. യെസ്. This successive pattern in different aspects of development constitutes milestone of development. അപ്പൊ നമ്മൾ ഈ പാറ്റേൺസ് ഡിഫറെന്റ് ആസ്പെക്ട്സിലാണ്. അതായത് ഡിഫറെന്റ് ആസ്പെക്ട്സിൽ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മള് 6 മാസത്തില് ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഒരു വയസ്സായപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, 3 വയസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, എങ്ങനെയാണ് കളിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഒബ്ജക്ട്സിൽ തിരിച്ചറിഞ്ഞു, എങ്ങനെ വൊക്കാബുലറി പഠിച്ചു, ഇതൊക്കെ എല്ലാവരും ഒരേപോലെയാണോ ഫോളോ ചെയ്തിരിക്കുന്നത്? ആണോ? നമ്മൾ ഒരേപോലെയാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? അല്ല. ഫാത്തിമ വളർന്ന പോലെയല്ല സമീറ വളർന്നത് അല്ലെ? ഫാത്തിമ ഒന്നാം ക്ലാസ് ചെയ്ത, അല്ലെങ്കിൽ 1 വയസ്സായപ്പോൾ ചെയ്ത കാര്യങ്ങളല്ല സമീറ ചെയ്തത്. സമീറ പാറ്റേൺസിൽ ഒരേപോലെ പോയി, പക്ഷെ സമീറയിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ. സമീറക്ക് പലതരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഉഷയ്ക്ക് പലതരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടായിരുന്നു 3 വയസ്സായപ്പോൾ. അതേസമയം 3 വയസ്സിൽ രാധികക്ക് അതേ ഡെവലപ്മെന്റ്സ് കാണിക്കാനായിട്ട് സാധിച്ചില്ല. വേരിയേഷൻസ് ഉണ്ട് അല്ലെ?
നമ്മളുടെ ഡിഫറെന്റ് ആണെന്ന് പറയുന്നത് എന്താണ്, നമ്മളിൽ പല വേരിയേഷൻസ് ഉണ്ട്, പല തരത്തിലുള്ള ആസ്പെക്ട്സ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ പറയുന്നത് എന്താണ്, മൈൽ സ്റ്റോൺസ് ആട്രിബ്യൂട്ടിംഗ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്ന ഡിഫറെന്റ് സ്റ്റേജസുകളാണ്, അതായത് പല ഏജില്. ഇപ്പൊ 6 മാസത്തെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഐ ആം 6 months ഓൾഡ്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ കുട്ടി ഒരു 6 മാസമായ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ആ കുട്ടി പറയുന്ന രീതിയിലാണ് നമ്മളിവിടെ PDF ടെക്സ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? 6 മാസമായ കുട്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആ കുഞ്ഞാവന്റെ ലാംഗ്വേജിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജിൽ തന്നെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 മാസം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി, 1 വയസ്സായപ്പോൾ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി, 3 വയസ്സിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി, 4 വയസ്സായപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായി, അത്തരം കാര്യങ്ങൾ ഒരു കുഞ്ഞു പറയുന്ന പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ പല ക്ലാസ്സിലും നമ്മൾ ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുത്തിരുന്നത്. നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അതായത് ഇപ്പൊ 6 months ആയിട്ട് ഓൾഡുള്ള കുട്ടി, ഇപ്പൊ അയന മോള് 6 months ആണ്. അപ്പൊ അയന സംസാരിക്കണം. ഇത് നോക്കിയിട്ട് അയന പറയും ഐ ആം 6 months ഓൾഡ് എന്നുള്ള രീതിയിൽ അയന സംസാരിക്കും. അതുപോലെ പല കുട്ടികളും അങ്ങനെയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ചിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇവിടെ ആദ്യം 6 months ഉള്ള കുട്ടി എങ്ങനെ പറയുന്നത്, ഐ ക്യാൻ സിറ്റ്, വെറുതെ വായിച്ചാൽ മതി. I can sit. I love to interesting mobile phones on travel. I try to grasp things in my hands. I love to hold and shake rattle. I express myself. I love to imitate repetitive sounds like Bapa, by crying, Papada, and cooing. And smile seeing in my mother. I love to play peek, or hide and seek. I began to search for objects as they move out of sight. I love to play that game, hide and seek. അത് 6 മാസമുള്ളപ്പോ കുട്ടി ചെയ്ത കാര്യങ്ങളാണ്, ആ കുട്ടി ചെയ്തതാണ് അല്ലെ 6 മാസമുള്ള സമയത്ത്. ഇനി ഇവിടെ നോക്കിയേ, ഐ ആം 1 year old നോ. അപ്പൊ കുട്ടിക്ക് എന്താണ് 1 year ആയി അല്ലെ. 1 year ഇത് നമ്മള് 5 പേരായിട്ട് ചെയ്യിച്ചതാണ് കേട്ടോ. ഒരു കുട്ടി പറയുന്ന കാര്യങ്ങള് 5 പേരായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ അടുത്തത് 1 year old പോയി. 1 വയസ്സായ സമയത്ത് ആ കുഞ്ഞ് എന്തൊക്കെ ചെയ്തു അതാണ് അത് ഇവിടെ പറയുന്നത്. ഐ ക്യാൻ റൺ, ഐ ലവ് ടു ജംപ്, ഹോപ്പ് ആൻഡ് റൺ. ദെൻ അതിനുശേഷം ഐ ആം 3 years old. കുഞ്ഞിന് 3 വയസ്സായി. 3 വയസ്സായ സമയത്ത് കുട്ടി എന്തൊക്കെ ചെയ്യുന്നു, ഐ ക്യാൻ ജംപ്, ഹോപ്പ് ആൻഡ് റൺ, ഐ ലവ് ടു ഡാൻസ് ആൻഡ് ദ ബീറ്റ് ഓഫ് മ്യൂസിക്. ഓക്കെ, 3 വയസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞു. പിന്നെന്താണ്, ഐ ആം 4 years old. 4 വയസ്സായി. 4 വയസ്സായ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി ചെയ്തത്, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതൊന്ന് വായിക്കാൻ പറ്റുമോ? ഓരോ ഇയേഴ്സ് കുട്ടികളായിട്ട് വായിക്കാൻ പറ്റുമോ? ഒരാൾ ചോദിക്കാൻ മറ്റുള്ളവർക്ക് മനസ്സിലാവും. Okay, first I'll do. I am 6 months old. ഞാൻ 6 മാസം പ്രായമായ ഒരു കുഞ്ഞാണ്. I can sit. I love to look at interesting mobile phones on cradle. ഞാൻ തൊട്ടിലിൽ കിടന്നുകൊണ്ട് I can see, എനിക്ക് ഇരിക്കാനും love to look at interesting mobile ഫോണിൽ ഇൻട്രസ്റ്റോടെ നോക്കുവാനും പറ്റി. Number 3, I try to grasp things in my hands. എന്റെ കയ്യിൽ ഞാൻ വസ്തുക്കൾ കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കും. I love to hold and shake rattle. ഷെയ്ക്ക് ചെയ്യാനും വസ്തുക്കൾ കൈകൊണ്ട് പിടിക്കാനും എനിക്ക് പറ്റി. I express myself. I love to imitate repetitive sound like ബാബ എന്നുള്ള റിപ്പീറ്റ് ആയിട്ട് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റി. by crying, papa, da and cooing. ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ എനിക്ക് പ്രകടിപ്പിക്കുവാൻ സാധിച്ചു. I smile seeing my mother. അമ്മയെ കണ്ടുകൊണ്ട് ചിരിക്കാനും. I love to play hide and seek കളിക്കുവാനും. I begin to search for the object
as they move out of sight. എൻ്റെ കാഴ്ചയിൽ നിന്ന് മാറിപ്പോകുന്ന വസ്തുക്കളെ ഞാൻ അത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. I love to play the game hide and seek. Hide and seek ഗെയിമും പ്ലേ ചെയ്യാൻ തുടങ്ങി. Okay. Next I am 1 year old ആണ്. Yes, very good. Next, 1 year old now. ഒരു വയസ്സായ കുട്ടി ആരാണ്? I am 1 year old now. I can run. I love to jump, hop, and I can climb stairs with support. I love to play ball games. I can talk to what is that? I can talk to Mama God. What is that? Mama. God. Mama. I love to Mama. God and the mama. Okay. I love to play with toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. I can follow simple instructions of my age. I love to be with the other children. I can express my toilet needs. Adu manasilayilla. I can talk to in the other. Evideya? The 11.1. I can talk to mama. Mama ഗോണില്ല മമ്മയോട് സംസാരിക്കുന്നതാണ്. Okay. ഗോണെന്നുള്ളത് കിട്ടാട്ടോ. മമ്മ മാത്രമല്ല അവിടെ. ഓക്കെ പറയൂ. വൺ ഇയർ ഓൾഡില് എനിക്ക് ഓടാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ വലിയ സ്പേസിലൊക്കെ ഓടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ സ്റ്റെയർസ് ക്ലൈം ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുണ്ട്, അമ്മയോട് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്, ടോയ്സ് എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്ക് പാല് കുടിക്കാൻ, അമ്മയോട് ഫുഡ് ചോദിക്കാൻ, അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ആൻഡ് അമ്മ തരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ കുട്ടികളുടെ കൂടെ കളിക്കാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. എനിക്ക് ടോയ്ലറ്റ് പോണെങ്കിൽ അത് പറയാനും ഇപ്പൊ അറിയുന്നുണ്ട്. Okay, it's very good. Then 3 years old. ഞാൻ പറയാം. I can jump, hop and run. I love to dance at the beat of music. എനിക്ക് ജമ്പ് ചെയ്യാനും അതുപോലെ റൺ ചെയ്യാനൊക്കെ കഴിയുന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഐ ലവ് ടു ഡാൻസ് അറ്റ് ദ ബീറ്റ് ഓഫ് മ്യൂസിക്കിനനുസരിച്ച് എന്താണ് ഡാൻസ് ചെയ്യാനൊക്കെ കഴിയും. പിന്നെ ഐ ആം ഓക്കെ അത്രേ ഉള്ളൂ അല്ലേ? ബാക്കി വായിക്കണം. 4 ഇയേഴ്സിന്റെ 4 years old. I am 4 years old. I love to ride a tricycle. എനിക്ക് 4 വയസ്സായി. എനിക്ക് ബൈസൈക്കിൾ ഓടിക്കാനായിട്ട് അറിയാം. എനിക്ക് ട്രൈസൈക്കിൾ ഓടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. I can dress and undress and I love to dress and undress myself. എനിക്ക് ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനായിട്ടും, അതായത് വസ്ത്രം ധരിക്കാനും വസ്ത്രം ഊരാനുമായിട്ട് എനിക്കറിയാം. അതെനിക്ക് തന്നെത്താനെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. I can identify objects. I love to play with different materials like animals, fruits, vegetables and explore the texture, size and shape. എനിക്ക് വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വസ്തുക്കളെ വെച്ച് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അവയൊക്കെ തൊട്ട് അതിന്റെ ഷേപ്പും ടെക്സ്ചറും സൈസും ഒക്കെ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
I can speak in sentences and express my feelings and needs. എനിക്ക് ഇപ്പോ സെന്റൻസസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. മറ്റേത് ഞാൻ വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് സെന്റൻസസിലൂടെ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ വികാരങ്ങളും എല്ലാം എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. I love to scribe and color using crayons. എനിക്ക് crayons വെച്ച് കുത്തി വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. I can take care of my toilet. എനിക്ക് എൻ്റെ ടോയ്ലറ്റ് നീഡ്സിന് ഒറ്റയ്ക്ക് തന്നെ ഇപ്പൊ പോവാൻ അറിയാം. I love to play with the children of my age. എൻ്റെ ഏജിൽപ്പെട്ട കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I love to listen to stories of animals. ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റോറീസ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I love to recite rhymes. ഞാനിപ്പോ റൈംസ് ഒക്കെ റിസൈറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. Okay, yes, very good. Okay, അപ്പൊ ഇത് എന്താണ് മനസ്സിലായത്? ഓരോ ഏജിലും എന്താണ്, ഓരോ ഏജില് നമ്മളില് പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് അല്ലെ? 6 മന്തില് നടന്ന കാര്യങ്ങളെല്ലാം 1 year ആയപ്പോ അല്ലെ, കുറച്ചുകൂടി നമ്മള് ഓരോ സ്റ്റെപ്സും വരുന്നതോറും എന്താണ് മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. യെസ്, 4 years ആയപ്പോഴേക്കും 6 മന്തിൽ നിന്ന് 4 years ആയപ്പോഴേക്കും എന്തൊക്കെ സംഭവിച്ചു? 4 years ആയപ്പോ തന്നെത്താനെ ഡ്രസ് ധരിക്കാനും ഊരാനും ഊരാനൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ ഒബ്ജക്ട്സിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാം. പിന്നെ എന്താണ് ചെയ്യാനും ഓക്കെ അനിമൽസിന്റെ ഫ്രൂട്ട്സും ബ്രേക്ക് ആയി പോകുന്നുണ്ട് ശബ്ദം കേട്ടോ. പിന്നെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ എന്താണ് എന്റെ ഫീലിങ്സും ആവശ്യങ്ങളും സെന്റൻസ് ആയിട്ട് പറയാൻ പഠിച്ചു. പിന്നെ ടോയ്ലറ്റ് നീഡ്സിലൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ ഏകദേശം 4 വയസ്സാവുന്ന സമയത്ത് എന്താണ് കുട്ടികൾ അതിൽ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ allowed to play with children of my age. നമ്മുടെ ഏജിലെ ആ ഒരു 4 വയസ്സ് കാറ്റഗറിയിലുള്ള ഏജ് കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. Listen to stories and listen to stories of animals അല്ലെ. എന്താണ് മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് I love to recite rhymes അല്ലെ. Recite rhymes എന്താണ് റൈംസ്? എന്താണ് റൈംസ്? റൈം എന്താണ്? ചെറിയ കവിതകൾ ജോണിയൊക്കെ പോലത്തെ. യെസ്, റൈംസ് മീൻസ് പോയിന്റ്സ് അല്ലെ. ചെറിയ പോയിന്റ്സ് ഒക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടത് പാടാനും ഇഷ്ടമല്ലാനൊക്കെ ആരംഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? എല്ലാം പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി. യെസ്, അപ്പൊ പ്രോപ്പർ ആയിട്ടല്ല എന്ന് പറഞ്ഞതാണ് എന്താ അവിടെ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. പാറ്റേൺസ് ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും അല്ലെ. നമ്മൾ ഒബ്ജക്ട്സ് ഒക്കെ ഒരേപോലെ കണ്ടെത്തി, പക്ഷെ വേറൊരു രീതിയിലായിരിക്കും. പിന്നെ ചാടുന്നത് വേറെ രീതി, ഓടുന്നത് വേറെ രീതി, എല്ലാത്തിനും എന്താണ് കുറച്ച് ഡിലേ വരാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം, അത്രയും വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പാറ്റേൺസിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഉള്ളൂ. പക്ഷെ എന്താണ് പാറ്റേൺസ് ഒരേപോലെ ആയിരിക്കും. ഡെവലപ്മെന്റ്സിലാണ് നമുക്ക് എന്ത് വരുന്നത്? കുട്ടി ഓബ്ജക്ട്, ചില കുട്ടികൾ പെട്ടെന്ന് ഒബ്ജക്ട്സിൽ കണ്ടുപിടിക്കും, ചില കുട്ടികൾ കുറച്ച് സമയം എടുക്കും. അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് എന്താ ഡെവലപ്മെന്റ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്, അത് മനസ്സിലായോ? ക്ലിയർ ആണോ അത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഭാഗം കഴിഞ്ഞു കേട്ടോ. കുറച്ച് ചാപ്റ്റർ കഴിഞ്ഞു. ഈ സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നോ? മോട്ടോർ ഡെവലപ്മെന്റ്സിന്റെ ചാപ്റ്റർ എടുത്തിരുന്നോ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തിട്ടില്ല അല്ലേ? എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലെ. സൈക്കോളജിയുടെ 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഡിഫൻസ് മെക്കാനിസം. അശ്വതിസ് എടുത്തിരുന്നോ? ഡിഫൻസ് മെക്കാനിസം എടുത്തോണ്ടിരിക്കും. ഏത് ഡിഫൻസ് വരെ എത്തി ഇപ്പോ?
അഗ്രഷൻ ആണോ, പ്രൊജക്ഷൻ ആണോ, റാഷണലൈസേഷൻ ആണോ, ഏത് റേഷണലൈസേഷൻ. റേഷണലൈസേഷൻ. റാഷണലൈസേഷൻ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടതും നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചാപ്റ്റർ ആണത്, ഡിഫൻസ് മെക്കാനിസം. ഞാനാണ് എടുക്കാനിരുന്നത്, ടീച്ചറപ്പോൾ ടീച്ചറിന്റെ ഒഴിവുകൊണ്ട് എടുക്കുന്നതാണ്. നല്ലൊരു ചാപ്റ്റർ ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതൊക്കെ റാഷണലൈസേഷൻ എത്തിയിട്ടുള്ളൂ അല്ലേ? അതെ. ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ കടന്നുപോയ എല്ലാ സിറ്റുവേഷൻസും ഇതിലുണ്ട്. നമ്മൾ കടന്നുപോയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്, നമ്മുടെ കുട്ടികള് കടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരുവാണ്. നെക്സ്റ്റ് നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരിക്കട്ടെ എടുക്കുന്നത്. ഫിഫ്ത്ത് ചാപ്റ്റർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതും എടുത്തായിരുന്നു എടുത്തോ? യൂണിറ്റ് 10 ഉള്ളു എടുക്കാൻ. യൂണിറ്റ് 10 മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എടുത്തോ? സൈക്കോളജി എടുത്തോ? എല്ലാം എടുത്തു. സൈക്കോളജി എടുത്തോ? ഓക്കെ. എഡ്യൂക്കേഷൻ സൈക്കോളജി, സെവൻത് ചാപ്റ്റർ എടുത്തോ? അതെല്ലാം എടുത്തു മിസ്സേ. ഇനി ലാസ്റ്റ് യൂണിറ്റ് 10 ഉള്ളൂ. യൂണിറ്റ് 10 മാത്രം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ? ഓ, ഇതെടുത്തോന്നൊരു സംശയം ഉണ്ടല്ലോ. നോക്കട്ടെ. സൈക്കോളജി എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തിട്ടില്ല. സൈക്കോളജി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ, ബാക്കിയൊക്കെ എടുത്തു. യെസ്, നിങ്ങൾ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ബുക്കിൽ നിന്ന് എഴുതി വെക്കണേ, പേര് വെച്ച് എഴുതണേ. ഇനി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആണ്. നമ്മുടെ A4 ഷീറ്റില് ചെയ്തിട്ട് അടുത്ത ദിവസം സബ്മിറ്റ് ചെയ്യണം കേട്ടോ, അടുത്ത ഫ്രൈഡേ. ഓക്കെ, ടെസ്റ്റ് ഇതാണ്. മേക്ക് എ പെൻസിൽ ആൽഫബറ്റ് ട്രീ. മേക്ക് എ പെൻസിൽ ആൽഫബറ്റ് ട്രീ. പെൻസിൽ ഉപയോഗിച്ചു, പെൻസിലിന്റെ സ്ട്രക്ചറിൽ പെൻസിൽ നമ്മൾ സ്റ്റെം ആയിരിക്കും, പെൻസിൽ ആയിരിക്കും അതിന്റെ ശിഖരം വരുന്നത്. ലീഫിന് പകരം എന്താണ്? ആൽഫബറ്റ്സ് വരണം. ലീഫിന് പകരം ആൽഫബറ്റ്സ്. പെൻസിലിന്റെ സ്റ്റെം ആയിരിക്കും എന്താ? പെൻസിൽ ആയിരിക്കും അതിന്റെ സ്റ്റെം ആയി വരുന്നത്. ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ ഒരു A4 ഷീറ്റില് വരയ്ക്കുകയോ നിങ്ങൾ ഒട്ടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും മാക്സിമം വരയ്ക്കാൻ നോക്കാം. മിസ്, ടോപ്പിക് ഒന്നും കൂടി പറയോ? ക്ലിയർ ആയില്ല. പെൻസിൽ ആൽഫബറ്റ് ട്രീ. മേക്ക് എ പെൻസിൽ ആൽഫബറ്റ് ട്രീ. ആരോ അൺമ്യൂട്ട് ആണ്, ഒന്ന് മ്യൂട്ട് ആക്കാൻ പറയുമോ? Make a pencil alphabet tree. Make a M-A-K-E, make a pencil alphabet tree. പെൻസിലിന്റെ സ്ട്രക്ചറിലെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടൊരു ട്രീ ഉണ്ടാക്കാൻ, വരയ്ക്കാൻ, ട്രീ വരയ്ക്കാൻ കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിക്കാം, നമുക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? യെസ്, മനസ്സിലായോ? ഇത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ വരയ്ക്കാം കേട്ടോ. ഓക്കെ മിസ്.
ഓക്കെ, യെസ് ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇത് മിസ് എക്സ്ക്യൂസ് മീ മിസ്, ഇത് സബ്മിറ്റ് ചെയ്യണോ അസൈൻമെന്റിന്റെ? സബ്മിറ്റ് നമ്മൾ ക്ലാസ്സിൽ കാണിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും അതൊന്ന് എന്നെ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. ക്ലാസ് റൂമിൽ ഇടണമെന്നില്ല, ക്ലാസ് റൂമിൽ ഇടണ്ട, നേരെ കാണിച്ചാൽ മതി. പക്ഷെ നിങ്ങളത് പ്രാക്ടിക്കൽ സെക്ഷന് വരുമ്പോ ഒന്ന് കൊണ്ടുവന്നാൽ മതി കേട്ടോ. കയ്യിൽ സൂക്ഷിക്കുക, ചെയ്ത വർക്കുകൾ കയ്യിൽ സൂക്ഷിക്കുക. യെസ്, ഒരു വർക്ക് കൂടി ഉണ്ട്. യെസ്, അത് ഞാൻ ഉണ്ടാക്കാനാണ്. നിങ്ങൾ എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യെസ്, നമ്മുടെ ബട്ടൺസ് ഇല്ലേ, ബട്ടൺസ് അറിയാം? ബട്ടൺസ്, ഷർട്ടിന്റെ യെസ്, ഷർട്ട് ബട്ടൺസ്. ഷർട്ടിന്റെ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു 2 പിക്ചേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 പിക്ചേഴ്സ് എങ്ങനെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്ന് തയ്യാറാക്കാം. ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട്. മനസ്സിലായോ? ബട്ടൺസ് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് അല്ലേ? ചാർട്ടിലാണോ അതൊക്കെ ചെയ്യേണ്ടത്? ചാർട്ടിലോ A4 ഷീറ്റിലോ എങ്ങനെ വേണേ ചെയ്യാം. A4 ഷീറ്റിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ ചെറിയ ചാർട്ടുകൾ കിട്ടും, ചെറിയ ചാർട്ട് ഉണ്ടാവും. അല്ല, ആൽഫബറ്റ് ട്രീ എന്തിലാ ചാർട്ടിലാണ്? ആൽഫബറ്റ്സ് A4 ഷീറ്റിൽ ചെയ്താൽ മതി. ആൽഫബറ്റ് ഒരു പിക്ചർ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ബട്ടൺസ് ഉപയോഗിച്ച് നമ്മൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ടൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് തരം പിക്ചർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ചെറിയ പിക്ചേഴ്സ് മതി, ഒരുപാട് വലുത് വേണ്ട. ഒരുപാട് വലുത് വേണ്ട എന്ന് പറയുന്നത് അധികം ബട്ടൺസ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരുപാട് കോസ്റ്റബിൾ ഒന്നും അല്ലല്ലോ അത്. മോഡൽ ഉണ്ടോ മിസ്സേ ഒന്ന് കാണിക്കാൻ? മോഡൽ ഞാൻ ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മുട്ടത്തൊന്ന് ഉപയോഗിച്ചുകൊണ്ട്, മുട്ടയുടെ തൊണ്ട് വെച്ചിട്ട് ഒരു കുഞ്ഞി ക്ലീൻ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഒരു മോസ്റ്റ് എല്ലാവരും ഒരു ചെയ്തു, ഞാൻ കണ്ടു കഴിഞ്ഞാണ്. അപ്പൊ ഇതൊരു വെറൈറ്റി ഐഡിയ ആണ്. അപ്പൊ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ബട്ടൺസ് തന്നെ ഒരേ മോഡൽ ബട്ടൺസ് തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. ബട്ടൺസിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. നമ്മള് ബുദ്ധിമുട്ടാണോ ഒന്ന് ചെയ്യാനായിട്ട്? മാറ്റി തരണോ? ഇല്ല, അത് മതി. ബട്ടൺസ് ഒരു പാക്ക് വാങ്ങാൻ അത്ര റേറ്റ് ഒന്നും വരൂല. മിസ്, ഇതും വെള്ളിയാഴ്ചത്തേക്കാണോ? ഇത് പിന്നീട് സമയം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സമയം എടുത്ത് ചെയ്താൽ മതി. പിക്ചർ വരച്ച് ഫുൾ ഫില്ല് ചെയ്യണോ ബട്ടൺസ് വെച്ച്? ഇല്ല, അയ്യോ, ഞാനിപ്പോ എങ്ങനെ കാണിച്ചു തരാം. ഫുള്ളൊന്നും വേണ്ട, 2 പിക്ചേഴ്സ് മാത്രം കേട്ടോ. 2 പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചർ ആവാം. അതിപ്പോ ഷേപ്സ് ആവാം, അല്ലെങ്കിൽ അനിമൽസോ ഹേർബ്സോ ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിൽ എന്ത് കാറ്റഗറി ആവാം. ഓക്കെ, എന്റെ അടുത്ത് ഒരു മോഡൽ ഉണ്ട് മിസ്സേ. ഞാനിങ്ങനെ ഫാബ്രിക് ഡിസൈനിങ്ങിൽ ചെയ്തതായിരുന്നു. പക്ഷെ അത് ബട്ടൺസ് അല്ല, ഒരു സീക്വൻസി വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ട് ചെയ്തതായിരുന്നു. ജസ്റ്റ് ഞാൻ അതൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ക്ലാസ് കഴിഞ്ഞ നോക്കട്ടെ, എടുത്തിട്ട് വേണം. ഇപ്പൊ എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, 5 മിനിറ്റ്. ഞാനൊരു എക്സാമ്പിൾ എടുത്ത്, നമുക്ക് ബേർഡ്സിനെ പറ്റും, ചെറിയ ബേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്നേക്ക് പറ്റും, സ്നേക്ക് ഉണ്ടാക്കാം. പിന്നെ ഷേപ്സ് ഉണ്ടാക്കാം, ട്രയാങ്കിള്, റെക്ടാങ്കിളർ, സർക്കിള്, ഇതൊക്കെ പിക്ചർ വരച്ചതിന് ശേഷം എന്താണ് അതില് ബട്ടൺസ് നമ്മൾ ഒട്ടിക്കുകയാണ്. ഓക്കെ, പിസ്താഷ്യൽ എല്ലാവർക്കും കിട്ടില്ലല്ലോടോ റഫീന, അതല്ലേ? പിസ്താഷ്യൽ എല്ലാവർക്കും അവൈലബിൾ ആണോ? പിസ്തയ്ക്ക് നല്ല വിലയുണ്ടോ? മിസ്സേ ഗൂഗിളിലുണ്ട്. സ്കൈയുടെ പിക്ചർ ചെയ്യാൻ പറ്റും. സ്കൈ ബ്ലൂ, ഞാൻ പറയാം, ബ്ലൂ കളറിലും വൈറ്റ് കളറിലെ
ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് സ്കൈ ചെയ്യാൻ പറ്റും, സൺ ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ ഒബ്ജക്ട്സ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യൂ, നിങ്ങളെ കൊണ്ട് പറ്റും. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ബുദ്ധിമുട്ടാണോ വർക്ക് അത്? ഇല്ല, എളുപ്പമാണ്. സമയം എടുത്ത് ചെയ്താൽ മതി. ഇപ്പൊ പെൻസിൽ ട്രീ ചെയ്യാനായിട്ട് എളുപ്പമല്ലേ? പെൻസിൽ ട്രീ ആൽഫബറ്റ്സിന്റെ അത് എളുപ്പമാണ്, വരച്ച് ചെയ്യാൻ എളുപ്പമാണ്. ക്രയോൺസോ സ്കെച്ചോ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് വേണ്ട വേറെ പൈസ ഒന്നും കളയുന്ന കാര്യമില്ല കേട്ടോ. അധികം ബീഡ്സ് കിട്ടും, സ്മോൾ ബീഡ്സ് അതൊക്കെ ഇരിക്കുന്നുണ്ട് വീട്ടില്. ബീഡ്സ് ഓൾറെഡി നമ്മൾ ചെയ്യാറുള്ളതല്ലേ. ബട്ടൺസ് മതി, ബട്ടൺസ് ഒരു വെറൈറ്റി ആവട്ടെ. നോക്കുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നോക്കുക കേട്ടോ. ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ബീഡ്സ് വെച്ച് ചെയ്യാം. മാക്സിമം ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ബീഡ്സ് മതിയോ? മിസ് ഇങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞേ, കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് രാധിക, ഒരു സെക്കൻഡ് നോക്കട്ടെ. ഇത് എന്താണത്? ഫാബ്രിക് ബീഡ് ആണോ? ഇതിൽ സ്റ്റോൺ ആണ് വെക്കുന്നത്, പക്ഷെ അത് ഫില്ല് ചെയ്യാൻ കളർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബട്ടൺസ് വെച്ച് ചെയ്താ പോരെ? ഇങ്ങനത്തെ പിക്ചർ അല്ല, വേറെ ഒപ്പില്ലേ? പൊട്ടിച്ചിരിക്കാൻ പറ്റില്ലേ? അത് രാധിക ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചെയ്തിട്ട്. തന്നെ ചെയ്താണോ? അതെ, ഞാൻ ഫാബ്രിക് ഡിസൈനിങ് പഠിച്ചായിരുന്നു, അതിന്റെ റെക്കോർഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. കൃഷ്ണന് രാധയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ പ്ലാന്റ്സ് ചെയ്യാം. ഫ്ലവേഴ്സ് മാത്രമല്ല പ്ലാന്റ്സും ചെയ്യാൻ പറ്റും കേട്ടോ. കളേഴ്സിലെ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. സമയം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. സമയം എടുത്ത് ചെയ്താൽ മതി. ഒരു ഡേറ്റ് പറയണോ? ഇതുപോലെ ചെയ്താണ് മിസ്സത്. നല്ലൊരു സംരക്ഷണ ഞാൻ വരച്ചത് തന്നെയാണ്. നല്ല കലാകാരിയാണ് കേട്ടോ. ഏപ്രിൽ 4th സബ്മിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഏപ്രിൽ 4th എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. 2 weeks ഏപ്രിൽ 11th അപ്പോഴേക്കും നമുക്ക് വെക്കേഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഏപ്രിൽ 4th ആ ഒരു സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി കുറച്ച് വലിയ ചാപ്റ്റർ ആണ് എടുക്കാം. ഓക്കെ, യെസ്, ഇപ്പൊ നമുക്കിന്ന് വൈകിട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് പറയാറുണ്ടോ? എന്തെങ്കിലും തോട്ട്സ് പറഞ്ഞിട്ട് നിങ്ങള്? ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് സൈൻ ഇൻ ചെയ്യാറുണ്ട്, നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ? ആശ്വൻസ് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുന്നത്. ചിലവര് തോട്ട് പറഞ്ഞിട്ട് സൈൻ ഇൻ ബൈ സമീറ എന്ന് പറയും. അതിനുശേഷം ലാസ്റ്റും ഒരു കോട്ട് പറയും, ഇന്ന കോട്ട് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ബൈ സമീറ. ആരാണോ പറയുന്ന ആളുടെ പേര് പറഞ്ഞിട്ട് സൈൻ ഔട്ട് ചെയ്യും. ചിലവർ സൈൻ ഇൻ ചെയ്യുന്ന എങ്ങനെയാണ്? ഇപ്പൊ എന്തിനെങ്കിലും കുറിച്ച് സംസാരിച്ച് ചിലപ്പോൾ ഒരു ആക്ഷൻ സോങ് കാണിക്കാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ പാർട്ടിന്ന് സൈൻ ഇൻ ചെയ്യാണ്. അപ്പൊ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ സോങ് കാണിക്കും. പാർട്ടിന്ന് ഒരു ആക്ഷൻ, അതാണ് സൈനിങ് കാണിക്കുന്നത്. ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കും കാണിക്കുക. ചിലപ്പോൾ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാം, മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല റൈറ്ററെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഒരു സ്പീച്ച് പറയാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ അടുത്ത ക്ലാസ് മുതൽ സൈൻ ഇൻ ചെയ്യണം കേട്ടോ. അത് ആക്ഷൻ സോങ് പഠിച്ചു വെച്ച് പ്രസന്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്ഷൻ സോങ് ചെയ്യണമെന്നില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ മോണാക്ട് കാണിക്കണമെങ്കിൽ മോണാക്ട് കാണിക്കാം. എന്തിനെങ്കിലും കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ
MT8 ഒരു കുട്ടി സൈൻ ഇൻ ചെയ്തത് മ്യൂസിക്കിനെ കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി ഓൾറെഡി മ്യൂസിക് പഠിക്കുന്നതാണെങ്കിലും അതിനെപ്പറ്റി കുറച്ച് കാര്യമായിട്ട് കുറച്ച് സമയം കൂടി സംസാരിച്ചു. ഓക്കെ, അതാണ് അതിന്റെ സൈനിങ്. ദെൻ അതിന് മുമ്പ് വേറൊരു കുട്ടി ആർട്സിനെ കുറിച്ച് ഒരു PPT തയ്യാറാക്കിയിട്ട് പ്രസന്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതിന് മുമ്പ് ഒരു കുട്ടി എന്താണ് ആക്ഷൻ സോങ്സ് കാണിച്ചു. ഓക്കെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സൈൻ ഇൻ ചെയ്യുമ്പോൾ ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തില്ലെങ്കിൽ സൈൻ ഇൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇപ്പൊ ഞാൻ ഫസ്റ്റ് അതാർക്കാ കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ രാധിക കേൾക്കുന്നുണ്ടോ? രാധിക നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ആക്ഷൻ സോങ് പഠിക്കാം. ഒരു 2-3 ലൈൻസ് ഉള്ളത്. അത് നമുക്ക് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പ്രയർ കഴിഞ്ഞ് തോട്ട് ഓഫ് ദ ഡേ കഴിഞ്ഞതിന് ശേഷമാണ് സൈൻ ഇൻ വരുന്നത്. ആ സമയത്ത് ക്യാമറ ഓൺ ചെയ്തതിനു ശേഷം ഒരു ആക്ഷൻ സോങ്. നമ്മൾ എന്തായാലും മോണ്ടിസോറി ടീച്ചർ ആവാൻ പോകണം അല്ലേ? ഇപ്പോഴും പ്രിപ്പറേഷൻസ് വേണം. രാധികക്ക് കേട്ടോ ചെയ്യണം. ഒരാൾ ചെയ്തു തുടങ്ങിയാൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്തോളൂ. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, miss. Thank you.